ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ Gobi65 ആണ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ക്രഞ്ചിയും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ മുടങ്ങാതെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. കോളിഫ്ലവർ 65 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. പിന്നെ കോളിഫ്ലവർ മുറിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ ഉള്ളിലൊക്കെ കറക്റ്റ് മസാല പിടിക്കുകയും ചെയ്യും. ടേസ്റ്റും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ സമയം വേണ്ടി വരും. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനും ഉള്ളിൽ പുഴു ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആയാലാണ് നമ്മുടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കോളിഫ്ലവറിൽ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് മാറ്റി വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് മതി. കോൺഫ്ലവർ കൂടിപ്പോയാൽ ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല, ഒരു സ്റ്റിക്കി ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്ര വേണ്ട, എരിവ് കൂടുതലായിരിക്കും. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരിന് പകരം ചെറുനാരങ്ങ നീരായാലും മതി. ഇനി ഇവയെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം മാവ് കുറച്ചൊരു കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും എരിവും കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാല കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. പിന്നെ മസാല ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്, ലൂസായി പോവരുത്. അഥവാ ലൂസായി പോവുകയാണെങ്കിൽ പൊടികൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആയെന്ന് ഉറപ്പ് വരുത്താം. ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തത് മാറ്റി വെക്കാം. ഇനിയൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ മുകൾ ഭാഗത്തെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടുന്നുണ്ടാവില്ല. ഈ താഴ്ഭാഗം കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം.
ഒരു ഭാഗം കുക്കായി വന്നാൽ മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ താഴെ മസാല ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോളിഫ്ലവറും മസാലയും വേറിട്ട് നിൽക്കും. അതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാൻ നിൽക്കരുത്. വെന്ത് കഴിഞ്ഞാൽ മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/4 വേവായാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള നമ്മുടെ കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. ഇനി മസാല തേക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് റവയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. അത് മസാല തേക്കുന്ന സമയത്ത് വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.